തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലാത്ത സമയങ്ങളിലൊക്കെ SDPIക്കെതിരേക്ക് വലിയ വിമർശനം, അവരുടെ ആശയങ്ങളുടെ പേര് പറഞ്ഞിട്ട് വലിയ വിമർശനം മുസ്ലിം ലീഗ് നടത്താറുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അതേ രീതിയിൽ വിമർശനം തുടർന്ന് മുസ്ലിം ലീഗ് ഭയക്കുന്നുണ്ടോ? ആ രീതിയിൽ വിമർശനം അല്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മത്സരം LDFും UDFും തമ്മിലാണ്. 10 കൊല്ലം ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ വിമർശനം, അവരെ ജനങ്ങൾ അവർക്കെതിരാണ്. ആ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രചാരവേലകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും ഭരിക്കുന്ന 2 കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ തെറ്റായ നയങ്ങളും അവരുടെ കെടുകാര്യസ്ഥതയും അവരുടെ ഭരണം കൊണ്ട് ജനങ്ങൾക്കും സമൂഹത്തിനും ഉണ്ടായ ദോഷങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പലർക്കും താല്പര്യമുണ്ടാവും. ഞങ്ങളതിൽ വീണുപോകാതിരിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. ആരും വെള്ളം പൂശുന്നില്ല. വെള്ളം പൂശുന്നവർക്ക് അതിന്റെ ഗുണം ഇവിടെ പറഞ്ഞല്ലോ. അതിന്റെ ഗുണം കിട്ടാൻ വേണ്ടിയാണ് വെള്ളം പൂശുന്നത്. ആയിക്കോട്ടെ, പക്ഷെ കേരള ജനങ്ങൾക്ക് അത് ബോധ്യമാവും. ഈ സംഘടനകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ലീഗിനെ എതിർക്കാൻ, ലീഗിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉണ്ടായതാണ്. അവരെ സഹായിച്ചതും വളർത്തിയതും കൊണ്ടു നടന്നതും ഇപ്പോഴും കൊണ്ടു നടക്കുന്നതും ഇടതുപക്ഷമാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കും. UDF അധികാരത്തിൽ വന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളും എല്ലാവരും കൂടിയിട്ട് കേരളം ഭരിക്കും, ജനങ്ങൾക്ക് അനുസൃതമായി. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയൊരു തർക്കം അതിലേക്ക് കൊണ്ടുവരാനാണോ? ഞങ്ങൾ അതിലൊന്നും വീണുപോയില്ല. ഞങ്ങൾ അതിലൊന്നും വീണുപോകുന്നില്ല. മുസ്ലിം ലീഗ് ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല, ഉന്നയിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് നിങ്ങളോട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സന്തുഷ്ടരല്ലേ? മാധ്യമങ്ങളല്ലേ ഇവിടുത്തെ അജണ്ട നിശ്ചയിക്കുന്നത്.